യാദർച്ഛികമായാണ് ഒരു തവണ യെച്ചൂരി കണ്ണൂരിലെ ഡോക്ടർ സുജിത് കുമാറിന്റെ ഡെന്റൽ ക്ലിനിക്കിലെത്തുന്നത്. കണ്ണൂരിൽ ഒരു പരിപാടിക്കെത്തിയപ്പോൾ പല്ലുവേദനയുണ്ടായി ക്ലിനിക്കിൽ പോയതാണ്. പിന്നീട് ഡോക്ടർ സുജിത് കുമാർ യെച്ചൂരിയുടെ സ്ഥിരം ദന്ത ഡോക്ടറായി. ഡോക്ടർ എന്നതിനപ്പുറം പ്രിയ സുഹൃത്തും. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് യെച്ചൂരി അവസാനമായി ഡോക്ടർ സുജിത് കുമാറിന്റെ ഡെന്റൽ ക്ലിനിക്കിലെത്തിയത്. സർ, കാണിക്കാൻ വന്നതായിരുന്നു. പല്ലുവേദനയായിട്ട് കരുവള്ളൂർ രക്തസാക്ഷിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ ഇവിടെ പെയിന് വേദനയായിട്ട് കാണിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്തു. പിന്നെ അതിന് ശേഷം വന്നപ്പോൾ ക്യാപ്പിടാൻ വേണ്ടിയും വന്നിരുന്നു 2 പ്രാവശ്യമായിട്ട്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ആഴത്തിലുള്ള അറിവ് നേടാനുള്ള താല്പര്യമാണ് യെച്ചൂരിയിൽ ഡോക്ടർ സുജിത് കുമാർ കണ്ട പ്രത്യേകത. മൂപ്പർക്ക് ഉള്ള നോളേജ് ഇപ്പോൾ പലർക്കും ഉണ്ടാവില്ല. മൂപ്പർ ഇപ്പം രാത്രി എല്ലാ ദിവസവും 10 മണി മുതൽ 2 മണി വരെ വായിക്കും. ആ സമയത്താണ് മൂപ്പർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും പിറ്റേന്നത്തേക്കുള്ള ചാർട്ട് ചെയ്യുന്നതും എല്ലാം ആ സമയത്താണ്. മൂപ്പർക്ക് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടും നമ്മളെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ പറ്റി പോലും നല്ല നോളേജ് ഉണ്ടായിരുന്നു. കണ്ണൂർ തളാപ്പിലെ കുമാർസ് ഡെന്റൽ ക്ലിനിക്കിലേക്ക് പടികൾ കയറി ഇനി യെച്ചൂരി വരില്ല. ഡോക്ടർ സുജിത് കുമാറിന്റെ ഓർമ്മകളിൽ ഒളിമങ്ങാതെ പ്രിയ സുഹൃത്തുണ്ടാകും. കൈരളി ന്യൂസ്, കണ്ണൂർ.